ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ അനീഷിനെ പുറത്താക്കണം അല്ലെങ്കിൽ അനീഷിനെ തകർക്കണം എന്നൊക്കെ വിചാരിച്ച ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറി മൂലയിലൊക്കെ തിരിഞ്ഞിരുന്ന് വീഡിയോസ് ചെയ്യുകയാണ്. പല ആൾക്കാരുടെയും പേരിൽ കേസൊക്കെ ആയി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരാൾ ഇങ്ങനെ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് ഗായ്സ്. ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അനീഷ് 5 വർഷം അനീഷ് 5 വർഷം ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ടിരുന്ന് പഠിച്ച ആളാണ്. അത് 5 വർഷം ലീവ് എടുത്ത് പഠിച്ച ആളാണ്. അപ്പോൾ അയാൾ പഠിച്ചിട്ട് അതിൽ PR വർക്കൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ഇല്ല, വെറുതെ പറഞ്ഞാൽ മതിയോ PR വർക്ക് കൊടുത്ത ഈ സകലമാന ആൾക്കാരുടെയും ആൾക്കാരെ എല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ അനീഷിൻ്റെ ഒരു PRനെ കണ്ടെത്തിത്താ. അനീഷ് കാശ് കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതിയ ഒരു PRനെ നിങ്ങൾ കൊണ്ടുപോയി എഗ്രിമെൻറ്റ് കാണിരേ എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. അല്ലാണ്ട് അയാൾ PR കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇപ്പം നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞിട്ട് ഞങ്ങൾ PR ആണ്, ഞാൻ PR ആണെന്ന്. ഞാൻ PR എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെ നാമമാത്രമായ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ഞാൻ എന്ത് PR ചെയ്താൽ എങ്ങനെയാണ്? അങ്ങനെ പിന്നെ കൊള്ളാമല്ലോ. എനിക്ക് വക്കീൽ പണിക്കൊന്നും പോകണ്ട. ഇവിടെ കാണാൻ ഇരുന്ന് PR ആരുടെയെങ്കിലുമൊക്കെ PR എടുത്ത് ഇത് കണക്ക് ചെയ്താൽ മതിയല്ലോ. എൻ്റെ ദൈവമേ, എന്തായാലും അതൊക്കെ ഒരു എന്താ പറയുക, സ്വപ്നത്തിൽ മാത്രം. ആരെങ്കിലുമൊക്കെ നമുക്ക് PR ഒന്ന് തന്നിരുന്നെങ്കിൽ, ഇതൊക്കെ കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒരു PR കൊണ്ട് തരണേ പ്ലീസ്. അടുത്ത ബിഗ് ബോസിൻ്റെ സീസൺ ആകുമ്പോഴെങ്കിലും എനിക്കൊരു PR കിട്ടിയ ഒരു 10, 15, 20 ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന കാര്യം ചെറിയ കാര്യമാണോ? വെറും 100 ദിവസത്തേക്ക് സിമ്പിൾ. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വേറെ ആരെയും കുറിച്ചല്ല, നമ്മുടെ സാബു അണ്ണനാണ്. താങ്കളൊരു ബിഗ് ബോസിൻ്റെ വിന്നറല്ലേ മനുഷ്യ? താങ്കൾ എന്തിനാണ് ഇത്രയും തരം താഴുന്നത്? ഒരു വ്യക്തി പറഞ്ഞു 5 വർഷം ലീവ് എടുത്തത് അയാൾ 2 വർഷമായതേ ഉള്ളൂ. ഈ 2 വർഷം അയാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, വീണ്ടും തിരക്കഥ എഴുതുന്നുണ്ട്. ഒരു ബുക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞു, ചെറിയൊരു അഡ്മിനിസ്ട്രേറ്റീവില ഒരു ബുക്ക് എഴുതാൻ തുടങ്ങിയിട്ട് തന്നെ ഞാൻ 1 വർഷം ആവാറായി. അതിൻ്റെ ഒരു 3/4 ഭാഗം പോലും ആയിട്ടില്ല. കാരണം നമ്മൾ റെഫറൻസ് ചെയ്യണം, ഒരുപാട് ബുക്സുകൾ റെഫറൻസ് ചെയ്തിട്ടാണ് ഒരു ബുക്ക് എഴുതാൻ തുടങ്ങേണ്ടത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നീട് കേസ് സ്റ്റഡീസ് പഠിക്കണം. അങ്ങനെ ഒരു കുഞ്ഞു ബുക്ക് LLB സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവില ബുക്ക് എഴുതാൻ തുടങ്ങിയിട്ട് തന്നെ ഞാൻ 1 വർഷത്തോളമായി. അപ്പോൾ അങ്ങനെ ബുക്കുകൾ എഴുതുന്ന ഒരാളാണ് അയാൾ. ഒരു ബുക്ക് എഴുതി അയാൾ പബ്ലിഷ് ചെയ്തു, 2ാമത്തെ ബുക്ക് അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, തിരക്കഥ എഴുതുന്നുണ്ട്. ഇയാൾ 5 വർഷത്തെ ലീവ് എടുത്ത് ഇപ്പോൾ 2 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പം 5 വർഷമായിട്ട് ലീവ് എടുത്ത ആൾ PR ഒക്കെ ചെയ്തിട്ട് വന്നേന്ന് പറയുന്ന ആൾക്കാർ PRനെ ഒന്ന് കൊണ്ടുപോകാം. പല ആൾക്കാരും ഈ വലിയ 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 യൂട്യൂബർമാർക്കെതിരെയൊക്കെ കേസൊക്കെ ആയി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നിജസ്ഥിതിയൊന്നും എനിക്കറിയത്തില്ല. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നമ്മളെ ഡിഫെയിം ചെയ്താൽ, നമ്മളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നമ്മളെ ഡിഫൈൻ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം, കേസിന് പോകാം എന്നുള്ളതാണ്. ഞാനൊരു ക്രിമിനൽ ലോയറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 11 വർഷമായിട്ട് വക്കീൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറച്ചൊന്ന് വക്കീൽ പണി കുറച്ചിട്ടാണ് ഈ പരിപാടിക്കൊക്കെ വന്നത്. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റും കൂടിയാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. മൂവീസൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്വക്കേറ്റ്സ് ഒരു പണി 11 വർഷം ചെയ്തല്ലോ, അപ്പം കുറച്ചൊന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഏത് സമയത്തും നമ്മുടെ പ്രൊഫഷൻ ഏത് സമയത്തും നമ്മൾ ചെയ്യാനായിട്ട് എന്താ പറയുക, ഇഷ്ടമാണ്. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് പോയിട്ട് എൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, അഡ്വക്കേറ്റ് അനഘ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. അഡ്വക്കേറ്റ് അനഘ, അമ്മു എന്നുള്ളത് വീട്ടിലെ പേരാണ്. അഡ്വക്കേറ്റ് അനഘ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എൻ്റെ വെറബോർഡ്സ് മുഴുവൻ കിട്ടും. അപ്പോൾ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ അനീഷിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അനീഷിനെ താഴ്ത്താൻ അല്ലെങ്കിൽ അനീഷിനെ തകർക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓടി നടക്കുന്ന, അതിൻ്റെ കൂടെ കുറേ യൂട്യൂബർമാരുണ്ട്. ഞാൻ പേര് പറയുന്ന നമ്മുടെ ഒരു വേനലണ്ണനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൻ സായി ഉണ്ടല്ലോ പഴയ. ഇയാൾക്കൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ കണ്ണൻ സായിയൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? ഇയാളൊക്കെ എന്താണ് അവിടെ ബിഗ് ബോസിൽ കാണിച്ചത്? വെറും വാഴയായിട്ട് പോയിട്ട് ബിഗ് ബോസിൽ നിന്നിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് ന്യായം പറയും. നല്ലോണം കളിക്കുന്ന ആമ്പിള്ളേരെ കാണുമ്പോൾ എന്താണ് ചൊറിച്ചിൽ വരുന്ന, അല്ല എന്താ പറയുന്നത്, കടിയും ചൊറിച്ചിലൊക്കെയാണ്. അത് കയ്യിൽ വെച്ചേരും. നല്ലോണം കളിക്കുന്ന ആമ്പിള്ളേരെ കാണുമ്പം വരുന്ന വെറും ചൊറിച്ചിൽ മാത്രമാണ് കണ്ണൻ സായിൻ്റെ ഒക്കെ. പിന്നെ മറ്റുള്ളവരെന്തുവാ ഈ കാണിക്കുന്ന വലിയ വലിയ വേനലണ്ണനും, അതുപോലെ തന്നെ പിന്നെന്താ വണ്ണിൻ്റെ മലയാളമോ, പിന്നെ നമ്മുടെ രാജി ടോക്സ്. രാജേട്ടനെ ഞാൻ ആണെന്ന് രാജേട്ടന് അറിയില്ല, കാരണം എൻ്റെ ചാനലിൻ്റെ പേര് വേറെ ആയിരുന്നു. അതുകൊണ്ട് എന്നാലും ഞാൻ ഇരുന്നങ്ങ് ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇവരൊക്കെ പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നമുക്ക് തെറ്റായിട്ട് തോന്നും. അവർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെ അന്ധത ബാധിക്കും. അവർ ചെയ്യുന്നത് മോശമാക്കാൻ വേണ്ടി നമുക്കപ്പോൾ അന്ധത ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് രാജേട്ടനൊക്കെ കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊക്കെ റിവ്യൂ പറയുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ.
അങ്ങനെ കുറേ ആൾക്കാർ പിന്നെ അനീഷിനെ മോശമാക്കുക, അനീഷിനെ തറ പറ്റിക്കുക, അല്ലെങ്കിൽ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്നിപ്പം നമ്മുടെ സാബുണ്ണം പറഞ്ഞൊരു ഡയലോഗ്, ഒരു ഗവൺമെൻറ് എംപ്ലോയി, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനിൽ അയാൾ എങ്ങനെയാണ് കോമണർ ആവുന്നത്? കോമണർ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്ന ബോധമില്ലാത്ത വിവരമില്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും റെപ്പറ്റീഷൻ ചെയ്ത് നമുക്ക് തന്നെ പ്രാന്താവുകയാണ്. കോമണർ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി അല്ലാത്ത എല്ലാ കാറ്റഗറിയിലുമുള്ള സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ എന്ന കാറ്റഗറിയിലല്ലാത്ത ആൾക്കാരെയാണ് കോമണർ എന്നിവർ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മൈജി വഴി അവർ വിളിച്ചത്. മൈജി വഴി ഇൻട്രൊഡക്ഷൻ വീഡിയോ അയച്ചു മൈജി വഴി മൈജിയുടെ കോൺടെസ്റ്റ് വഴി ചെന്ന ആൾക്കാരിൽ ചെന്ന ഒരേ ഒരാളാണ് നമ്മുടെ അനീഷ് ടി പി. അപ്പോൾ അദ്ദേഹം മാത്രമാണ് കോമണർ തസ്തികയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിപ്പോയത്. മനസ്സിലായില്ലേ? ഇതാണ് സത്യം. പിന്നെ അയാൾ അതിനകത്ത് ചെന്നിട്ട് കോമണറായോ സെലിബ്രിറ്റി ആയോ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ പക്ഷേ അയാൾ കോമണറായിട്ട് കയറിപ്പോയതുകൊണ്ട് നമ്മൾ ഈ പുറത്തിരിക്കുന്നവർ അയാളെ കോമണർ എന്ന് തന്നെ വിശേഷിപ്പിക്കും. അയാൾ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെലിബ്രിറ്റി അല്ലാത്ത, ഫെയിം അല്ലാത്ത, ഇൻഫ്ലുവൻസർ അല്ലാത്ത ഒരേ ഒരാൾ മാത്രമേ അവിടെ കയറിപ്പോയിട്ടുള്ളൂ. മൈജിയുടെ വ്യക്തിയായിട്ട് മൈജിയാണ് കോമണറിനെ ഈ പ്രാവശ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈജിയുടെ സ്പോൺസർഷിപ്പിൽ ഒരേ ഒരാൾ മാത്രമേ കോമണറായിട്ട് അവിടെ കയറിപ്പോയിട്ടുള്ളൂ. സ്പോൺസർ എന്ന് പറഞ്ഞാൽ മൈജി വഴി, എന്നാൽ മൈജി ഫ്യൂച്ചറിൻ്റെ ഏതെങ്കിലും ഷോറൂമിൽ പോയി ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരേ ഒരാൾ മാത്രമേ പോയിട്ടുള്ളൂ. വീണ്ടും എന്നെക്കൊണ്ട് ഇങ്ങനെ വിവരമില്ലാത്ത എന്തിനാ പറഞ്ഞാൽ നമുക്ക് ക്ഷമയുടെ ഒരു നെല്ലിപ്പലക വരുമ്പോൾ നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മളെ കുറച്ചങ്ങ് മാറ്റി വെക്കും. കുറച്ച് സംസ്കാരം കൂടുതലുള്ളൊരു വ്യക്തി, കുലസ്ത്രീ എന്നുള്ളൊരു പരിവേഷത്തിൽ പെടുന്ന ഒരാളാണ് ഞാനെന്നാണ് എല്ലാവരും പറയുന്നത്. അത്യാവശ്യം കുലസ്ത്രീ പരിവേഷമുള്ള ആളാണ്. പക്ഷേ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈ കുലസ്ത്രീയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പച്ചത്തെറി വിളിക്കാനാണ് തോന്നുന്നുള്ളത് പറയാമല്ലോ. കാരണം നമ്മൾ ഒരു ബോധവും വിവരവും ഇല്ലേ? എത്ര ദിവസം കൊണ്ട് പറയുന്നത്, വീണ്ടും ഇരുന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ജോലിക്കാർ. എന്നാൽ പിന്നെ ആ കാറ്റഗറി എടുത്ത് കളയണം. ഗവൺമെൻറ് ജോലിക്കാർ ആ കാറ്റഗറിയിലുള്ള അല്ല. സാധാരണക്കാരെന്ന് പറയുന്നത് വീട്ടമ്മമാർ, അതുപോലെ തന്നെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിൽ അവരെ എടുക്കാൻ വേണ്ടിയല്ല അദ്ദേഹം പറയുന്നത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അത് തന്നെയുള്ളൂ. നിങ്ങൾ കോമണർ കാറ്റഗറിയിൽ നിന്ന് ഒരു 5 പേരെങ്കിലും സെലക്ട് ചെയ്യൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരെ സെലിബ്രിറ്റീസ് കൊണ്ടുവരട്ടെ. 5 പേരല്ലോ, 25ഉം 26ഉം ആൾക്കാരെയൊക്കെയല്ലോ ഓരോ പ്രാവശ്യം എടുക്കുന്നത്. അതിലൊരു 5 പേരെ കോമണർ, സാധാരണ ജനങ്ങളല്ലേ വോട്ട് തരുന്നത്, സാധാരണ ജനങ്ങളല്ലേ ഇത് കാണുന്നത്. ഈ സെലിബ്രിറ്റി തന്നെ ആക്കുന്നത് സാധാരണ ജനങ്ങളല്ലേ നിങ്ങളെയൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ആക്കുന്നത്. ഇപ്പം ഞാൻ നാളെ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഞാനൊരു നല്ല ക്യാരക്ടർ ചെയ്ത് എന്നെ ചിലപ്പോൾ ഞാൻ ഒരു ക്യാരക്ടർ എൻ്റെ ശ്രദ്ധേയമായ വേഷമായി കഴിഞ്ഞാൽ ആ സിനിമ കാണുന്ന ആൾക്കാരാണ് എന്നെ സെലിബ്രിറ്റി ആക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ഫെയിം എന്നുള്ള രീതിയിൽ എന്നെ ആക്കുന്നത് സാധാരണ ജനങ്ങളാണ്. അപ്പോൾ നമുക്ക് ആരോടാണ് കൂടുതൽ കടപ്പാട് വേണ്ടത്? സാധാരണ ജനങ്ങളോടാണ്. അപ്പോൾ സാധാരണക്കാരിൽ നിന്ന് കുറച്ച് 4-5 പേരെ കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്തെങ്ങനെയാണ് തെറ്റാവുന്നത്? പിന്നെ അയാളൊരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് ഒരു കോമണർ അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നാൽ പിന്നെ കോമണർ എന്ന് പറഞ്ഞിട്ടല്ലേ അയാൾ അകത്തോട്ട് കയറ്റി വിട്ടേ. അപ്പോൾ ആരാണ്? ബിഗ് ബോസ് ആണോ തെറ്റ് ചെയ്തത്, അതോ ലാലേട്ടനാണോ തെറ്റ് ചെയ്തത്, അല്ല ഞങ്ങളാണോ? പുറത്തിരുന്ന് നമ്മൾ കണ്ട ഞങ്ങളാണോ? ഈ സാബു അണ്ണൻ പറയണം. സാബു അണ്ണനാണല്ലോ വീണ്ടും ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഗവൺമെൻറ് ജോലിക്കാരനാണ് അയാൾ. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അടുത്ത സീസൺ എടുത്ത് കളയടേ. പ്രൊഫഷണൽ വേണ്ട, ഗവൺമെൻറ് ജോലിക്കാർ